ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബാങ്ക് ലെഡ്ജറും നമ്മുടെ ടാലിയിലെ ബാങ്ക് ലെഡ്ജറും പിന്നെ ബാങ്ക് റെക്കോർഡ്സ്, അതായത് നമ്മുടെ പാസ്ബുക്കും തമ്മിലുള്ള എന്തെങ്കിലും കാൽക്കുലേഷനിൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസസ് കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. കാരണം എപ്പോഴും പാസ്ബുക്കിൽ എൻട്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ലെഡ്ജറിൽ റിഫ്ലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ നമ്മുടെ ലെഡ്ജറിൽ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പാസ്ബുക്കിലേക്ക് വരണമെന്നും നിർബന്ധമില്ല. അതിൽ കുറച്ച് ഡിലേ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്തു. ആ ചെക്ക് ഇഷ്യൂ ചെയ്തത് ഒരു ജൂലൈ 15 എന്നുള്ള ഡേറ്റിലാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് ബാങ്കിൽ പ്രസന്റ് ചെയ്യുന്നത് ഒരു 20th എന്നുള്ള ആ ഡേറ്റിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 15നും 20നും ഇടയ്ക്ക് നമ്മുടെ അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബാങ്ക് ലെഡ്ജർ പ്രകാരം, നമ്മുടെ ടാലി അക്കൗണ്ട് പ്രകാരം നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാങ്ക് അക്കൗണ്ട് പ്രകാരം എന്താണ്, അതവിടെ പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് കറക്റ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അത് ചെക്ക് പ്രസന്റ് ചെയ്യുന്നത് മാത്രമല്ല, ബാങ്ക് ചിലപ്പം ബാങ്ക് ചാർജസ് എന്നും പറഞ്ഞുകൊണ്ട് പിടിക്കാറുണ്ട്. അപ്പൊ ഈ ബാങ്ക് ചാർജസ് എന്നൊക്കെ പറഞ്ഞ് അവര് ഈടാക്കുന്ന ആ പൈസയൊക്കെ അവരെന്ത് ചെയ്യും, പാസ്ബുക്കിൽ എൻ്റർ ചെയ്യും. അല്ലെങ്കിൽ ബാങ്ക് റെക്കോർഡ്സ് പ്രകാരം അത് അവിടെ ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ മാനുവലായിട്ട് നമ്മൾ ഇവിടെ ടാലിയിൽ അത് എൻ്റർ ചെയ്ത് കാണിക്കണം. കാണിച്ചില്ലെങ്കിൽ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ടാലിയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വഴിയായിട്ട് നമുക്കത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ HDFC ബാങ്കിന്റെ ലെഡ്ജറാണ് കാണിച്ചിരിക്കുന്നത്. അത് ഏപ്രിൽ 2017 ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള HDFC ബാങ്ക് ലെഡ്ജർ സ്റ്റേറ്റ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ടാലി അക്കൗണ്ട് പ്രകാരം. ഇനി രണ്ടാമതൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് പറയുന്നത് HDFC ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പാസ്ബുക്കിന്റെ കോപ്പിയോ പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മളൊക്കെ പർട്ടിക്കുലർ പീരീഡിലേക്ക്, അത് നമുക്ക് ഒരു മാസം കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു മാസം, 2 മാസം കൂടിയാണെങ്കിൽ 2 മാസം, അപ്പൊ ആ രീതിയിൽ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വെരിഫൈ ചെയ്യുക അല്ലെ, നമ്മൾ ഇഷ്യൂ ചെയ്ത എല്ലാ ചെക്കും ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ചെക്സും ബാങ്കിൽ കളക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ബാങ്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ചെക്കുകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ചെക്സ് ഉണ്ടാകും, അത് കളക്റ്റഡ് ആയിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ തന്നെ വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തുക. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു, ഒരു ചെക്ക് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നു. അത് 28th ഏപ്രിൽ എന്നുള്ള ഡേറ്റിലാണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്. അതെന്ത് ചെയ്തു, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാങ്കിൽ എന്താണ്, ബാങ്ക് അക്കൗണ്ടിൽ അത് ക്ലിയർ ചെയ്ത് വരാനായിട്ട് കുറച്ച് ദിവസത്തെ താമസമുണ്ട്. അപ്പൊ 28th ഏപ്രിലിൽ നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ബാങ്ക് അക്കൗണ്ട്സ് പ്രകാരം അത് ക്ലിയർ ചെയ്ത് വന്നിരിക്കുന്നത് എപ്പോഴാണ്, 1st മെയ് എന്നുള്ള ഡേറ്റിലാണ് ക്ലിയർ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 28നും 1നും ഇടയ്ക്കുള്ള അക്കൗണ്ട്സിൽ എന്താണ്, ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഡിഫറൻസ് വരുന്നതെന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ടാലി ബുക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ടാലി ബാങ്ക് ലെഡ്ജറിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെ മിസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എന്ന് കണ്ടുപിടിക്കുക. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. കസ്റ്റമർ ബാങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് പിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ് അവിടെ ഡിഡക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് അത് നമ്മൾ ലെഡ്ജറിൽ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ടാലിയിൽ ഇത് ചെയ്യുമ്പോൾ
ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളുടെ ടാലിയിലെ സ്റ്റെപ്സ് പറയുമ്പോൾ കറക്റ്റായിട്ട് പറയേണ്ടത് ആദ്യം എന്ത് ചെയ്യുക, ടാലി ബാങ്കിങ് ഫീച്ചേഴ്സ് എന്നുള്ളത് ടാലിയിൽ എനേബിൾ ചെയ്യണം. അപ്പോൾ ഈ ബാങ്കിങ് ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗേറ്റ് വേ ഓഫ് ടാലി എടുക്കുക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ എടുത്തിട്ട് F11 ഫീച്ചേഴ്സിൽ പോവുക. F11 ഫീച്ചേഴ്സിൽ പോയിട്ട് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എന്നുള്ള ഇത് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു F11 ഫീച്ചേഴ്സ്, F12 കോൺഫിഗറേഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ F11 ഫീച്ചേഴ്സ് എടുക്കുക. F11 ഫീച്ചേഴ്സ് എടുത്തിട്ട് അതിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുക്കുക. ഇനി അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞ് അത് സെറ്റ് ഓൾട്ടർ ബാങ്കിങ് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സെറ്റ് ഓൾട്ടർ ബാങ്കിങ് ഫീച്ചേഴ്സ് എന്നുള്ളത് എസ് ആയിട്ട് എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ബാങ്കിങ് ഓപ്ഷൻസ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള സ്ക്രീനിൽ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, F11 ഫീച്ചേഴ്സ് എടുക്കുക. F11 ഫീച്ചേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ഓൾട്ടർ ബാങ്കിങ് ഫീച്ചേഴ്സ് എന്നുള്ളത് എസ് ആയിട്ട് സെറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ കിട്ടത്തുള്ളൂ. അപ്പം ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ബാങ്കിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ബാങ്കിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്ക്രീൻ കിട്ടും. അതിൻ്റെ അകത്ത് ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കാണാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ബാങ്ക് റീകൺസിലിയേഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളോട് ലിസ്റ്റ് ഓഫ് ബാങ്ക് ലെഡ്ജേഴ്സ് ചോദിക്കും. ഒരു ബാങ്കിൽ തന്നെ നമുക്ക് അക്കൗണ്ട് വേണം നിർബന്ധമൊന്നുമില്ല. ഒന്നിലധികം ബാങ്ക് ഉണ്ടാവുമെങ്കിൽ ആ ബാങ്കിന്റെ എല്ലാം ലിസ്റ്റ് നമുക്ക് കാണിക്കും. അതിൽ ഏത് ബാങ്ക് ലെഡ്ജർ ആണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ നമ്മൾ HDFC ബാങ്ക് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ആ ബാങ്ക് ലെഡ്ജറിൽ നിന്ന് നമ്മൾ HDFC ബാങ്ക് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ മാസത്തെ നമ്മൾ 1st April to 30th April വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെയുള്ള എല്ലാ അക്കൗണ്ട്സും നമുക്ക് ട്രാൻസാക്ഷൻസും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആ ട്രാൻസാക്ഷൻ ടൈപ്പ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ സുരേഷ് എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന് അല്ലെ, നമ്മൾ എന്താണ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന് നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 3-ാം തീയതിയാണ്. പക്ഷെ അത് ബാങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 5-ാം തീയതിയാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് അനുസരിച്ച് അവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 5-ാം തീയതിയാണ്. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലെ, 3-ാം തീയതി 5-ാം തീയതി. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഡേറ്റ് നമ്മുടെ അക്കൗണ്ട്സ് പ്രകാരമുള്ള ഡേറ്റ് ആണ്. ഇവിടെ ബാങ്ക് ഡേറ്റ് എന്നുള്ളത് ഈ ട്രാൻസാക്ഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാങ്ക് ഡേറ്റ് നമ്മൾ പാസ്ബുക്ക് നോക്കി കണ്ടുപിടിക്കണം. പാസ്ബുക്ക് നോക്കി കണ്ടുപിടിച്ചിട്ട് അത് എന്ത് ചെയ്യണം, നമ്മൾ ഈ ബാങ്ക് ഡേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണ് 3-ാം തീയതി എന്ന് പറയുന്നത്. പക്ഷെ പാസ്ബുക്കിലേക്ക് അത് എൻ്റർ ചെയ്ത ഡേറ്റ് ഏതാണ്, 5-ാം തീയതിയാണ്. അപ്പൊ ബാങ്ക് ഡേറ്റ് അനുസരിച്ച് ആ എമൗണ്ട് നമുക്ക് വന്നിരിക്കുന്നത് 5-ാം തീയതിയാണ്. അപ്പം 5 എന്നുള്ള ഡേറ്റ് നമ്മളിവിടെ ബാങ്ക് ഡേറ്റ് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ബാങ്ക് പാസ്ബുക്കിൽ ഏത് ഡേറ്റ് ആണോ വരുന്നത് ആ ഡേറ്റ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് എവിടെയാണ്, ഈ ബാങ്ക് ഡേറ്റ് പ്രകാരമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഈ ഓപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു റീകൺസൈൽ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടാകും. ആ റീകൺസൈൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു സ്ക്രീൻ നമുക്ക് കിട്ടത്തുള്ളൂ. ബാങ്ക് ലെഡ്ജേഴ്സിൽ നമുക്ക് ഈ സൈഡിലായിട്ടൊരു ബാങ്ക് റീകൺസൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ബാങ്ക് ഡേറ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഈ സ്ക്രീൻഷോട്ടിൽ ആ ഒരു ബട്ടൺ ഇവിടെ ഇല്ലാത്തതാണ്. പക്ഷെ നമുക്ക് സ്റ്റെപ്സ് പറയുമ്പോൾ ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് മന്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാങ്ക് റീകൺസിലിയേഷൻ വന്നു കഴിയുമ്പോൾ ബാങ്ക് സെലക്ട് ചെയ്യാൻ പറയും. ബാങ്ക് സെലക്ട് ചെയ്തിട്ട് മന്ത് സെലക്ട് ചെയ്യാൻ പറയും. മന്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ബട്ടൺ പാനലിൽ F5 റീകൺസൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ കാണും. ആ ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എങ്ങനെ പോകത്തുള്ളൂ, റീകൺസിലിയേഷൻ മോഡിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. അപ്പോഴായിരിക്കും നമുക്ക് ഈ സ്ക്രീൻ നമുക്ക് കിട്ടുന്നത്. അതിവിടെ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ അത് കാണിക്കാത്തതാണ്. ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് 1 2 3 4 5 സ്റ്റെപ്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 5 സ്റ്റെപ്സ് കറക്റ്റായിട്ട് നോക്കുക. ഇനി ഇതിൻ്റെ അകത്ത് താഴെയായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാലൻസ് ആസ് പെർ കമ്പനി ബുക്സ്, പിന്നെ ബാലൻസ് ആസ് പെർ ബാങ്ക്, പിന്നെ എമൗണ്ട്സ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക്. 3 കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പം കമ്പനി ബുക്ക് അനുസരിച്ചിട്ടുള്ള നമ്മുടെ സെലക്ടഡ് ഡേറ്റിൽ കമ്പനി ബുക്ക് അനുസരിച്ചിട്ടുള്ള ബാലൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ബാലൻസ് ആസ് പെർ ബാങ്ക്, അപ്പം നമ്മുടെ ബാങ്ക് ബാലൻസ്, അതായത് നമ്മുടെ പാസ്ബുക്ക് അനുസരിച്ച് നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടോ അതാണ് അവിടെ ബാങ്ക് ബാലൻസിന്റെ ആണ് അവിടെ കാണിക്കുന്നത്. പിന്നെ
എമൗണ്ട്സ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക്. നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം 1st ഏപ്രിൽ തൊട്ടുള്ളതാണ് ഇപ്പം റിക്കൺസൈൽ ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളൊരു ഡേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഈ റീകൺസിലേഷൻ നടത്താത്ത കുറച്ച് ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റിലെ ഡെബിറ്റ് അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എവിടെ വരുന്നത്, ഈ എമൗണ്ട് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, എമൗണ്ട് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞ് അവിടെ കാണുവാണെങ്കിൽ അത് മനസ്സിലാക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ് റീകൺസിലിയേഷൻ നടക്കാതെ അവിടെ കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ പിന്നത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്, ഒരു ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഏപ്രിൽ 13th അല്ലെ ഒരു 15-ാം തീയതി റീകൺസിലിയേഷൻ നടക്കുന്നതെങ്കിൽ 15 തൊട്ട് 30 വരെ ഏതെങ്കിലും ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട് അവിടെ കാണും. അപ്പം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് ഡേറ്റിൽ കാണും, അതല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് അവിടെ കാണും. അപ്പം അതിന് ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമൗണ്ട് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ഇപ്പം ഈ സ്ക്രീനിൽ നോക്കുക. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു ഡിഫറൻസ്, അതിൽ സ്റ്റെപ്പ് പ്രോസസ്സ് ഇത്രേ ഉള്ളൂ. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക, ബാങ്ക് ബുക്ക് എടുക്കുക, ഡിസ്പ്ലേയിൽ പോവുക, ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് എടുക്കുക, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് റീകൺസിലിയേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അതിൽ മന്ത് സെലക്ട് ചെയ്യുക. മന്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് F5 റീകൺസൈൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ കിട്ടും. ആ സ്ക്രീനിൽ ഈ ബാങ്ക് ഡേറ്റ് എന്ന് പറയുന്ന ഈ ഫീൽഡിൽ, ബാങ്ക് ഡേറ്റ് എന്ന് പറയുന്ന ഈ ഫീൽഡിൽ നമ്മൾ നമ്മുടെ പാസ്ബുക്ക് അനുസരിച്ചിട്ട് ഉള്ള ബാങ്ക് ഡേറ്റ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ഈ റീകൺസിലിയേഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്, നമ്മൾ ടാലിയിൽ എല്ലാ റെക്കോർഡ്സും നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഡേറ്റിലല്ല ബാങ്കിൽ നമ്മുടെ പാസ്ബുക്ക് അനുസരിച്ച് ആ ട്രാൻസാക്ഷൻ അല്ല വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് ഡേറ്റ് അനുസരിച്ച് ആ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ തന്നെയാണ് നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞത്. സുരേഷ് എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന് നമ്മൾ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 3/4, അതായത് ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. ബാങ്ക് ഡേറ്റ് അനുസരിച്ച് അത് അവിടെ ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നത് 5-ാം തീയതി ആണെങ്കിൽ നമ്മളിവിടെ ബാങ്ക് ഡേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഫീൽഡ് ശരിക്കും ബ്ലാങ്ക് ആയിരിക്കും, നമ്മൾ ആ ഫീൽഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഞാനിതൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷണൽ വേർഷനിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 1:31 മാത്രമേ അവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് എക്സാമ്പിൾ കാണിച്ചാലും എനിക്ക് 3/4 എന്നൊരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് പറ്റത്തില്ല, എനിക്ക് അവിടെ 1 എന്നുള്ള ഡേറ്റ് തന്നെ അവിടെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാതെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇത് ഒരു കേസ് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത കേസ് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട്സിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകും, പാസ്ബുക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ടാലിയിലേക്ക് ആ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ പറഞ്ഞു ബാങ്ക് ചാർജ് അവർ ഡിഡക്ട് ചെയ്യുന്നു, അത് പാസ്ബുക്ക് അനുസരിച്ച് അത് ഉണ്ടായിരിക്കും, ബാങ്ക് റെക്കോർഡ്സ് പ്രകാരം അത് ഉണ്ടായിരിക്കും, പക്ഷെ ടാലിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രാൻസാക്ഷനും കൂടി നമ്മൾ ഏത് വൗച്ചറാണ് യൂസ് ചെയ്യേണ്ടത് ആ വൗച്ചർ എടുത്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആസ് പെർ ദ പാസ്ബുക്ക് ബാങ്ക് ചാർജസ് ഡിഡക്റ്റഡ് ബൈ ദ ബാങ്ക് ഓൺ 20th April. Record the entry in tally on the same date as shown below. ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു HDFC അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, വൗച്ചർ എടുത്തിട്ട് ആ വൗച്ചറിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാങ്ക് ചാർജസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുകയോ എന്നിട്ട് എന്ത് ചെയ്യുക, ആ ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കാണിക്കണം. ഇനി വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു കസ്റ്റമർ പ്രദീപ് എന്ന് പറഞ്ഞൊരു കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ടാലിയിൽ നമ്മൾ അത് എൻ്റർ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ HDFC ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രദീപ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ട്രാൻസാക്ഷനും കൂടി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടാലിയിൽ എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് കറക്റ്റായിട്ട് ആ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. റെക്കോർഡ് ദ എൻട്രി ഇൻ ടാലി ഓൺ ദ സെയിം ഡേറ്റ്. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ബാങ്ക് ആസ് പെർ ദ പാസ്ബുക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ
കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാങ്ക് ചാർജസ്, പ്രദീപ്, ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 ട്രാൻസാക്ഷൻസും കൂടി നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ ഡെബിറ്റ് അമൗണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പം 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒന്ന്, നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ ടാലി റെക്കോർഡ്സിലുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണെങ്കിൽ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കിൽ ഏത് ഡേറ്റ് ആണോ വന്നിരിക്കുന്നത് ആ ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്, ബാങ്ക് അക്കൗണ്ട്സ് പ്രകാരം ഉണ്ട്, പക്ഷെ നമ്മുടെ ടാലിയിൽ ഇല്ല. അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും നമ്മൾ ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഈ 2 കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കണം, ബാലൻസ് ആസ് പെർ ദ കമ്പനി ബുക്ക് എന്ന് പറയുന്നത്, ബാലൻസ് ആസ് പെർ ദ ബാങ്ക് എന്ന് പറയുന്ന 2 കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെ വരണം. പക്ഷെ ഇവിടെ സെയിം ആയിട്ട് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. പക്ഷെ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമ്മളിവിടെ റീകൺസൈൽ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എമൗണ്ട്സ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പവൻ ട്രേഡേഴ്സ് പിന്നെ രഘു എന്റർപ്രൈസസ് എന്നുള്ളതിന് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ ബാങ്കിൽ എന്താണ് അത് പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഡീറ്റെയിൽസ് ഒന്നും എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ നമ്മൾ കൊടുത്ത ഡേറ്റ് ഇപ്പം നമ്മൾ 30-ാം തീയതിയാണ് കണക്ക് വെച്ചിട്ടാണ് നമ്മൾ റീകൺസൈൽ ചെയ്യുന്നത്. പക്ഷെ 30-ാം തീയതി കണക്ക് വെച്ചിട്ട് അത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ബാങ്ക് ഡേറ്റ് നമുക്ക് അറിയത്തില്ല. ബാങ്ക് ഡേറ്റ് നമുക്ക് അറിയാത്ത ട്രാൻസാക്ഷൻസ് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന്റെ ബാങ്ക് ഡേറ്റ് എൻ്റർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യും, അത് റീകൺസൈൽ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അങ്ങനെയുള്ള കേസുകളാണ് ഇവിടെ എമൗണ്ട്സ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വരും. എമൗണ്ട്സ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്കിൽ വരുന്നത് 5,000 9,000 എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതും കൂടി ഈ 2 എമൗണ്ടും കൂടി റീകൺസൈൽ ചെയ്ത് വരുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ബാലൻസസ് ആസ് പെർ ദ കമ്പനി ബുക്ക് എന്ന് പറയുന്നത് ബാലൻസസ് ആസ് പെർ ദ ബാങ്ക് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് വരും. ഇതാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ആ റീകൺസൈൽഡ് ട്രാൻസാക്ഷൻസ് കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത തവണ നമ്മൾ ഈ F5 എടുത്തിട്ട് റീകൺസൈൽ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി റീകൺസൈൽ ചെയ്യാനുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും കാണുന്നത്. ഓൾറെഡി നമ്മൾ എഡിറ്റ് ചെയ്ത് പോയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതും കൂടി നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, F12 കോൺഫിഗർ എടുക്കുക. F12 കോൺഫിഗറേഷൻ എടുത്തിട്ട് ഷോ റീകൺസൈൽഡ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ എസ് ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ട്രാൻസാക്ഷൻസും കൂടി ഇവിടെ കാണാനായിട്ട് പറ്റും. ഷോ നരേഷൻ വേണമെങ്കിൽ എസ് എന്ന് കൊടുക്കുക, റീകൺസൈൽഡ് ട്രാൻസാക്ഷൻ വേണമെങ്കിൽ അതും എസ് എന്ന് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റിന് മുന്നേ റീകൺസൈൽഡ് ചെയ്ത് പോയിട്ടുള്ള ട്രാൻസാക്ഷൻസും കൂടി കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ടെക്സ്റ്റിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ പാത്ത് പറഞ്ഞിട്ടുണ്ട്. ഗേറ്റ് വേ ഓഫ് ടാലി പോയിട്ട് ഡിസ്പ്ലേയിൽ പോയിട്ട് അക്കൗണ്ട്സ് ബുക്കിൽ പോയിട്ട് ബാങ്ക് ബുക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, മന്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വൗച്ചേഴ്സിന്റെ ലിസ്റ്റ് കിട്ടും. അതിനോടൊപ്പം തന്നെ ഒരു ബട്ടൺ ബാറിൽ F5 എന്ന് പറയുന്നൊരു റീകൺസൈൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാകും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീൻ കിട്ടും. ആ സ്ക്രീനിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് ഡേറ്റ് നോക്കിയിട്ട് ആ ബാങ്ക് ഡേറ്റിൽ നമ്മൾ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുക. നമ്മുടെ അക്കൗണ്ടും പാസ്ബുക്കിലെ അക്കൗണ്ടും നമ്മൾ വെരിഫൈ ചെയ്തിട്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയും, എല്ലാ ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കമ്പനി ബുക്ക് അനുസരിച്ചിട്ടുള്ള ബാലൻസും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ടുള്ള ബാലൻസും ഈക്വൽ ആയിട്ട് വന്നു. ഇതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത് ടാലിയിൽ. ഓക്കെ, താങ്ക് യു.